വേഗം കയറ്റിക്കോ വേഗം കയറ്റിക്കോ. ഇപ്പൊ ഏകദേശം എത്ര കിലോമീറ്റർ ആശങ്ക? ക്രോസിംഗ് സോണൊക്കെയാണ്. വണ്ടി 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 പിടി പിടി പിടി. വെള്ളം തിളക്കിണ്ട്, ചായപ്പൊടി കാണുന്നില്ല. അപ്പൊ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സുഫിയാണ്. നമ്മളിതാ നമ്മളെ ഫിക്സിക്കലിൻ്റെ മുന്നിലുള്ളത്. ഒരു ലോങ് റൈഡ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അവിടുന്ന് സമയം 5:15. 6 റൈഡേഴ്സ് ഇവിടെ ഉണ്ട്. ഓൺ ദ വേ നമ്മളെ താഹിറും ഷൈജൽക്ക് നമ്മളവിടുന്ന് ജോയിൻ ചെയ്യും. അൻഡുവേട്ടൻ പെരിയവട്ടം വരുന്നുണ്ട്. ഓക്കെ, ബാംഗ്ലൂരിൽ നിന്ന്. അപ്പം ഒരു ബാക്കപ്പ് വെഹിക്കിളും കൂടെ ഉണ്ട്. അപ്പോൾ റൈഡർ കേസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ദാ ഒരു ബാക്കപ്പ് വെഹിക്കിൾ ഇവിടെ ഉണ്ട്. ഒന്ന് പെരിയവട്ടം നിന്ന് അൻഡുവേട്ടൻ നമ്മൾ കൂടെ ജോയിൻ ചെയ്യും കേട്ടോ. വീട് നല്ല തണുക്കുണ്ട്, നല്ല തണുപ്പാ. നിങ്ങൾക്ക് നല്ല ഇലക്ട്രോലൈറ്റ് വരാൻ പറയണ്ടേ? ഞാൻ മെല്ലെ വന്നോളാം, നിങ്ങൾ ചവിട്ടി അടുത്തുമ്പോത്തിനെ. നമ്മളവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഓക്കെ, കമ്പളക്കാട് ഷൈജൽക്കും തായറും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഏകദേശം ഒരു 10-12 കിലോമീറ്ററുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്കപ്പിലാണ്. അപ്പോൾ നമ്മളെ പ്രേമചേട്ടൻ പ്രാവശ്യം ചില സാങ്കേതിക കാരണങ്ങളാൽ നമ്മളെ കൂടെ ജോയിൻ ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ 8 റൈഡേഴ്സും ബാക്കപ്പിൽ 2 പേരുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ബാക്കി ഫുഡ് ലഗേജും കാര്യങ്ങളൊക്കെയാണ്. ബാക്കിൽ നമ്മളുടെ ഫ്രൂട്ട്സും അതേപോലെ തന്നെ വെള്ളം ഇതൊക്കെ ബാക്കിലുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മൾ സെക്കൻഡ് ടൈമാണ് ഇപ്പോൾ ആകുമ്പോൾ ഒരു കിട്ടിയ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്റ്റേ നമ്മൾ നേരെ സക്ലേഷ്പുര. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്റ്റേ ചെയ്ത അതേ സ്പോട്ടിൽ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ നാളെ അവിടുന്ന് രാവിലെ വിടും, നേരെ ആകുമ്പോൾ. അതും സെയിം സ്പോട്ട് തന്നെയാണ് കേട്ടോ സ്റ്റേ ഒക്കെ. അപ്പോൾ മനോഹരമായ കാഴ്ചകളായിരിക്കും, നല്ല ഗ്രാമീണ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കങ്ങനെ യാത്ര ചെയ്യാം. അകുംബെ എന്ന് പറയുമ്പം വേറെ ലെവലാണ്, നല്ല ഫീലാണ് കേട്ടോ അകുംബെ. അതുകൊണ്ടാണ് രണ്ടാമതും അത്രയും ലോങ് നമ്മൾ പിടിക്കുന്നത്. അപ്പോൾ നമ്മളെ ടീംസ് ഇതാ പോകുന്നത് കേട്ടോ. നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പാണ്. ഗെറ്റവേ നമ്മളെ ബാക്കപ്പ്. ഓക്കെ, സാധനങ്ങൾ ഇതാ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫുഡൊക്കെ ഇതാ കേട്ടോ. നമ്മൾ ഫുഡ് ഈ ബോക്സിനകത്ത് ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ടൂൾസ്, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. വെള്ളം എല്ലാം സെറ്റാണ്. അപ്പോൾ എന്താ പറയുക, നമ്മളെ ഒരു കിടിലൻ ലൊക്കേഷനാണ് കേട്ടോ ആകുമ്പോൾ. സൗത്ത് ഇന്ത്യയിലെ ചിറാപുഞ്ചി എന്നൊക്കെ അറിയപ്പെടുന്ന രാജവമ്പാലയ്ക്ക് റിസർവ് ചെയ്തൊരു ഫോറസ്റ്റ് ഏരിയ ഒക്കെ ഉണ്ട് അവിടെ. നല്ല അടിപൊളി ലൊക്കേഷനൊക്കെയാണ്. അപ്പോൾ ഗൈസ്, നമ്മളിതാ പനമരം കഴിഞ്ഞ് കോട്ടിൽക്കാട് റോഡിലാട്ടോ. കോട്ടിൽക്കാട് റോഡിലാണുള്ളത്. നല്ല മനോഹരമായ ലൊക്കേഷനാണ്, കാണിച്ചു തരാം. നല്ല കൊയ്ത്തൊക്കെ കഴിഞ്ഞ ഒരു നെൽപ്പാടാണ്. അവിടെ ഒക്കെ ഓൾറെഡി ഉഴുതു മറിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയ ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു ഏരിയയും നല്ല ഉഴുതു മറിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു ഗ്രാമീണ മേഖലയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. അങ്ങോട്ടൊക്കെ ഇങ്ങനെ കോടയുണ്ട് കേട്ടോ, ചെറിയൊരു കോടയുണ്ട്. നല്ല തണുപ്പാണ്. ഈ കാണുന്ന കൂടൽക്കടവ് എന്ന് പറഞ്ഞ ലൊക്കേഷനാണ്. അപ്പോൾ ഈ ഒരു പുഴയും അതേപോലെ തന്നെ മറ്റൊരു പുഴ ഇങ്ങനെ കറങ്ങി വരുന്നുണ്ട്. അത് രണ്ടും ഇവിടുന്ന് ജോയിൻ ചെയ്തിട്ട് കൂടിയിട്ട് പിന്നെ അവിടുന്ന് വീണ്ടും 2 ഇതായിട്ട് ഒഴുകും. അതിൻ്റെ സെൻറ്ററിൽ വരുന്ന ഏരിയയാണ് കുറുവ ഐലൻഡ് കേട്ടോ. നല്ലൊരു മനോഹരമായൊരു ചെക്ക് ഡാമൊക്കെ ഉണ്ട് ഈ ഏരിയയിൽ. നല്ല കിടിലൻ ലൊക്കേഷനാണ് കേട്ടോ കൂടൽക്കടവ്. ഈ ജേഴ്സി ഇല്ലേ, നമ്മളെ അകുമ്പയിലേക്ക് വേണ്ടി ഡിസൈൻ ചെയ്തൊരു ജേഴ്സിയാണ്. അപ്പം ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ നിങ്ങൾ. ജസ്റ്റ് ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. ചായ കുടിക്കണം കേട്ടോ. സമയം 7:30 ആയി.
ചായ കുടിക്കണം. ഇനിയിപ്പോൾ നമ്മളൊരു തെറ്റ് റോഡ്, അതായത് നമ്മളെ തിരുനെല്ലി തോൽപ്പെട്ടി ആ ഒരു ജംഗ്ഷനല്ലേ നമ്മൾ ഉണ്ണിയപ്പക്കട, അവിടുന്ന് ചായ കുടിക്കാനാണ് പ്ലാന്. അവിടുന്ന് ചായ കുടിക്കുക, നേരെ വിടുക. അപ്പോൾ നമ്മളെ റൈഡേഴ്സ് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ് കേട്ടോ. ഫോറസ്റ്റ് ഏരിയ സ്റ്റാർട്ട് ചെയ്യാണ്. നേരെ പോയി ചാടുന്നത് കാട്ടിക്കുളം എന്ന് പറഞ്ഞ ഒരു ചെറിയ ടൗണ്. ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ 2 ഭാഗം ഫോറസ്റ്റാണ്, പിന്നെ ചെറിയ ടൗൺ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെയും ആ തോൽപ്പെട്ടി ആ ഒരു റേഞ്ചിലേക്ക് പോകും നമ്മൾ. ഫുള്ള് ഇനിയിപ്പോൾ ബോർഡർ വരെ കുട്ട വരെ ഫോറസ്റ്റ് തന്നെയാണ്. ഇത് ടിമ്പർ ഡിപ്പോ ആണ് കേട്ടോ. നമ്മളെ ടീംസൊക്കെ വരുന്നുണ്ട്. നമ്മളിതാ കാട്ടിക്കുളം ടൗണ് കഴിഞ്ഞു. ഇവിടുന്ന് നേരെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ബാവലി വഴി നമുക്ക് മൈസൂരേക്കുള്ള റോഡാണ്. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ തോൽപ്പെട്ടി കുട്ട, അതും നമുക്ക് നേരെ കുശാൽ നഗർ മടികേരി ആ റൂട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നേരെ ലെഫ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, തോൽപ്പെട്ടി വഴിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മളെ തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാഞ്ചുറിനകത്തുള്ള ഈ ഒരു ഭാഗത്ത് പ്ലാന്റേഷൻ, നേരെ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഏരിയ ആണ് കാണുന്നത്. ഈ സൗണ്ട് നിങ്ങൾ കേട്ടോ, ഇത് ഫെൻസിങ്ങിൻ്റെ ഓൾറെഡി കറണ്ട് ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഫെൻസിങ്ങിൻ്റെ ആ സൗണ്ടാണ്. രണ്ട് സൈഡും ഘോര വനാണേ. അതിൻ്റെ ഇടയിലൂടെയാണ് ഇപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ നമ്മളെ തെറ്റ് റോഡ് എന്ന് പറയും. തിരുനെല്ലിയിലേക്കും അതേപോലെ തന്നെ തോൽപ്പെട്ടിയിലേക്കും പോകുന്നൊരു ജംഗ്ഷൻ ഉണ്ട്, ഉണ്ണിയപ്പക്കട, എല്ലാവർക്കും അറിയും. അവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നാണ്. നല്ല ഇഡ്ഡലിയൊക്കെ ഉണ്ടാവും. ഈ ഒരു ഏരിയയിൽ കുറേ ട്രൈബൽ കോളനി ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ തെറ്റ് റോഡ് എത്തി കേട്ടോ, നമ്മളെ ഉണ്ണിയപ്പക്കട. ഓക്കെ, നേരെ പോകുന്നത് തിരുനെല്ലി, റൈറ്റിലേക്ക് പോകുന്നത് നമ്മുടെ തോൽപ്പെട്ടി കുട്ട, അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എന്നിട്ട് നേരെ വിടാം. ഓക്കെ, എല്ലാവരും വരാണ്ട് കേട്ടോ. നമ്മൾ 4 പേരെ വന്നിട്ടുള്ളൂ. ഒഴിച്ചു കൊടുക്കാറുണ്ട്. നല്ല ഇഡ്ഡലി, ചമ്മന്തിപ്പൊടി, സാമ്പാർ, അതാണ് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. നമ്മളിതാ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 2 പാക്കറ്റ് ഉണ്ണിയപ്പം വാങ്ങിച്ച് സെറ്റ്. അപ്പം നമ്മൾ നേരെ പോവാണേ. അപ്പോൾ ഗൈസ്, അപ്പം ഞാൻ തിരിച്ച് ഒന്നുകൂടി കൽപ്പറ്റയ്ക്ക് പോവാണ്, വേറെ ഒന്നല്ല. അപ്പോൾ പ്രേംജിത്താണ്ടും കൊണ്ട് വരുന്നുണ്ട്, ഇപ്പോൾ വിളിച്ചു പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ തോൽപ്പെട്ടി എത്തി. അവിടെ ഞാൻ തിരിച്ചു പോവാണ്. അപ്പോൾ പുള്ളിക്കാരെയും കൂട്ടിയിട്ട് നമ്മൾ ടക്കെന്ന് കൊണ്ട് പോണ പരിപാടിയാണോ. ഓക്കെ, അടിപൊളി. അപ്പോൾ ഇനി മൂപ്പര് അവിടെ പോകണം, മൂപ്പരെ പിക്ക് ചെയ്യണം. നേരെ വണ്ടിയുടെ സൈക്കിള് എടുത്തിട്ട് ഇതിൽ ബാക്കിൽ സൈക്കിൾ കയറ്റുക, മാക്സിമം അവരെ കൂടെ വന്നിട്ട് ചവിട്ടുക. ഓക്കെ, അതാണ് പ്ലാൻ. തിരിച്ചുമ്പോഴാ നാട്ടിൽ തന്നെ എത്തി. പുള്ളിക്കാരൻ ആദ്യം വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു, പിന്നെ അതൊക്കെ റെഡിയാക്കി. അപ്പോൾ പുള്ളിക്കാരൻ തിരിച്ച് നമ്മളെ കൂടെ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു. തോൽപ്പെട്ടി എന്നാണ് ഞാൻ തിരിച്ചു വരുന്നത് കേട്ടോ. പാശാൻ ഇതാ വരുന്നത്. തത്ത പറയും പോലെ അല്ലല്ലേ ചോദിച്ചതാ. വേഗം കയറ്റിക്കോ. എന്തേ നീ പറയണ്ടോ? നിങ്ങളെ പുറം പൊളിക്കാൻ നിൽക്കുന്നുണ്ട് ബാക്കി ടീം. അങ്ങനെ ഞാനിതാ പ്രായത്തേണ് വീണ്ടും അകുമ്പയിലേക്ക് യാത്ര ഉറപ്പിടാണേ. ഇയാൾക്ക് വീട്ടിലിരുന്നിട്ടേ ഇരിക്കപ്പോറില്ല. അപ്പൊ വീണ്ടും നമ്മുടെ നാട്ടിലെത്തി തിരിച്ചൊന്നുകൂടി പോവാണ്. ഇല്ലേട്ടാ, ഓരോരുത്തന്മാരെ വിളിച്ച് മനുഷ്യന്റെ സ്റ്റേഷൻ ഔട്ടായി. പ്രാവശ്യം വന്നാണ്. അപ്പൊ വൈബ് കിട്ടിയ ആൾക്ക് പിന്നെ രണ്ടാമത് വരാണ്ടിരിക്കാൻ പറ്റില്ല. അതാണ് അതിന്റെ പ്രത്യേകത അല്ലേ? അപ്പൊ ബാക്കി നമ്മളിത് അവിടെ എത്തിയിട്ട് പുറം പൊളിക്കാനുള്ള പരിപാടിയാണ്. കാരണം 40 കിലോമീറ്റർ ഓടിയിട്ടാണ് ഞാൻ വരുന്നത്.
അപ്പോൾ ഇനി നേരെ ഒരിടത്തേക്ക് എത്തണം. അങ്ങനെ നമ്മളിതാ കുട്ട ബോർഡർ കഴിഞ്ഞ് കാനൂര് ആ ഒരു സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെ കൂടെയുള്ള റൈഡേഴ്സിന് അവരെന്തായാലും ഏരിയ ഒക്കെ കവർ ചെയ്ത് പോയിട്ടുണ്ടാവും. മാക്സിമം നമ്മൾ നല്ല സ്പീഡിലാണ് പോകാൻ. അങ്ങനെ നമ്മളിതാ കാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. കാനൂർ ടൗൺ എന്നതിന് മുന്നേ വലത്തോട്ടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഓക്കെ, എന്തൊരു സെക്കൻഡ് രണ്ട് സൈഡിലും നാഗർഹോള ടൈഗർ റിസർവിനകത്തൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, പക്ക ഫോറസ്റ്റാണ്. ഏകദേശം നമ്മൾ അവരുടെ അടുത്ത് എത്താനായി. റോഡ് കുറച്ച് മോശമാണ്, പക്ഷെ ഭയങ്കര ഷോർട്ടാണ് കേട്ടോ. മൈസൂരേക്കൊക്കെ നമ്മൾ കുട്ട വഴി മൈസൂരേക്കൊക്കെ പോകുകയാണെങ്കിൽ നല്ല ഷോർട്ടാണ്. ഒരു കുറച്ച് ഭാഗം നല്ല റഫ് റോഡാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളെ ടീംസിനെ കണ്ട് ഏകദേശം എത്ര കിലോമീറ്റർ ആശങ്ക 90 കിലോമീറ്ററിൽ ഇതവരെ കണ്ടിട്ട് നമ്മള് കണ്ടു കിട്ടി. അതാ ആ ലോക്ക് വീണുപോയി. എൻ്റെ വീട് എത്തിയിട്ടുണ്ട്. എൻ്റെ വീട് ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ഓക്കെ, സുനിലേട്ടൻ അതാ അവിടെ ഇരിക്കുന്നു, കിടന്നുറങ്ങുന്നു കേട്ടോ. സുനിലേട്ടാ പോണ്ടേ? അങ്ങനെ അവരെ സ്പോട്ട് കിട്ടോ. അവര് പിന്നെ വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇനി ഇവിടുന്ന് ഒരു തിത്തിമതിയിലേക്ക് ഒരു 1 കിലോമീറ്റർ കണ്ടുണ്ട്. അവിടെ നിന്ന് നേരെ നാഗർഹോള ടൈഗർ റിസർവിനകത്തൂടെ നമ്മൾ നേരെ പെരിയപട്ടണത്തേക്കാണ് പോകുന്നത്. എൻ്റെ അടുത്ത് ഒരു ബോർഡർ ചെക്ക് പോസ്റ്റ് ഉണ്ട്, പോയി നോക്കാം. സൈക്കിൾ വിടുമെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് അറിയില്ല, എന്തായാലും പോയി നോക്കാം. ഓക്കെ, ബാക്കപ്പ് ഉള്ളതുകൊണ്ട് ആ ഒരു ധൈര്യത്തിൽ നമുക്ക് പോവാം. പ്ലാന്റേഷൻ ആട്ടോ, രണ്ട് സൈഡിലും നല്ല പ്ലാന്റേഷൻ ആണ്, നല്ല ഭംഗിയാട്ടോ കാണാൻ. ഫുള്ള് കോഫി പ്ലാന്റേഷൻ ആണ്, അടിപൊളി. സമയം 12:30 ഇപ്പോൾ ഇവിടുന്ന് പെരിയപട്ടണം എന്ന് പറയുന്ന സ്പോട്ടിലേക്ക് ഏകദേശം ഒരു 20-25 കിലോമീറ്റർ ദൂരമുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഫ്രണ്ടിലുണ്ട്, പ്രേംതാട്ട് അറ്റും പുറകിലതാ. ലേറ്റ് നൈറ്റ് ഒക്കെ ഈ ഒരു റൂട്ട് ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും കേട്ടോ. കാരണം ഈ ഒരു പ്ലാന്റേഷനോട് ചേർന്നിട്ട് നമ്മൾ നാഗർഹോള ടൈഗർ റിസർവിന്റെ ഭാഗമാണ്. അപ്പോൾ ഈ റൂട്ടൊക്കെ എടുക്കുമ്പോൾ കുറച്ച് റിസ്ക് ആണ്. നമ്മൾ വന്ന വഴിയൊക്കെ ഭയങ്കര റിസ്ക് ആണ്. ലേറ്റ് നൈറ്റ് ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ നേരെ ഗോണിക്കുപ്പ പോയിട്ട് വരുന്നതാണ് നമുക്ക് സേഫ്. വന്ന റൂട്ടാണ് ഈ കാണുന്നത്, ഈ പിള്ളേർ നിൽക്കുന്നത്. ഈ വഴി നേരെ ഗോണിക്കുപ്പയിൽ പോകും. നേരെ ഓപ്പോസിറ്റ് മൈസൂർ റോഡാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു പ്ലാന്ററെ കണ്ടു. അപ്പോൾ ആള് ഇപ്പോൾ ഫോറസ്റ്റിലേക്ക് ഏകദേശം ഒരു 1 കിലോമീറ്റർ കഴിഞ്ഞാൽ ഫോറസ്റ്റ് സ്റ്റാർട്ടായിട്ടോ. അപ്പോൾ ആള് പറഞ്ഞത് ഒരു ഒരു എലിഫന്റ് ഉണ്ട്, ഒരു ഒറ്റയാന്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അൻപുവേട്ടൻ ഫ്രണ്ടിൽ പോയിട്ട് തൊട്ട് പുറകിൽ ഞാനുണ്ട് കേട്ടോ. രണ്ട് സൈഡും ഫോറസ്റ്റ് ഏരിയയാണ്. ഫെൻ ക്രോസിംഗ് സോണൊക്കെയാണ്, ബോർഡും കാര്യങ്ങളും വാണിംഗ് ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതാ ഈ ഒരു ചെക്ക് പോസ്റ്റിലെത്തി കേട്ടോ. ഇവിടുന്ന് ആ നാനോ വരുന്ന റൂട്ടിലാണ് മൈസൂരേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പെരിയപട്ടണയിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഒക്കെ എടുത്ത് പിന്നെ മൂവ് ആയിട്ടോ. ചെക്ക് പോസ്റ്റിന് അടുത്തായത് കൊണ്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ അധികം അങ്ങനെ ഫോറസ്റ്റിൽ അങ്ങനെ പാർക്കിംഗ് അലൗഡ് അല്ല, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മൂവ് ചെയ്തു. നല്ല കിട്ടിലൻ ഫോറസ്റ്റ് ആട്ടോ, ഫുള്ള് ബോർഡാണ്. നാഗർഹോള ടൈഗർ റിസർവ് ആണ്, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫോറസ്റ്റ് ഏരിയ ആണ്. അതിൽ കൂടിയാണ് ഇപ്പം സൈക്കിളിൽ. മുല്ലേട്ടനും അതേപോലെ തന്നെ ശ്രീത്ത് തായർ ഒരു ഫസ്റ്റ് ടൈമാണ് കേട്ടോ. നമ്മളൊക്കെ 2022 ആദ്യമായിട്ട് അകുമ്പയിലേക്ക് റൈഡ് പോയത്. വൈബ് ഭയങ്കര വൈബാട്ടോ ആ റൂട്ട്. 2022 നമ്മൾ ഈ റൂട്ടിലല്ല പോയത്. അത് നമ്മൾ ഗോണിക്കുപ്പ ആ ഒരു ഏരിയന്ന് പോളിപ്പെട്ട അങ്ങനെയാണ് പോയത് കേട്ടോ. ഭയങ്കര ക്ലൈമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതും മെയ് മാസത്തിലാണ് പോയത്. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ട്, പക്ഷെ എന്നാലും ഒരു അത്രയും കടുപ്പല്ല. ചവിട്ടി അങ്ങനെ പോവാം. നേരെ ഫ്രണ്ടിലൊരു ടെമ്പിളൊക്കെ ഉണ്ട്. ഈ ഒരു ഫോറസ്റ്റിനകത്താണ് ഈ ടെമ്പിൾ കേട്ടോ. ഫുള്ള് ഫയർ ലൈന് വേണ്ടിയിട്ട് തീ കത്തിച്ചിട്ടാണ് കേട്ടോ. ഫയർ ലൈനാണ്. അപ്പം വേനൽ ആവാൻ തുടങ്ങുകയാണ്. അപ്പോൾ വേനലാവുമ്പോൾ തീ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഇവർ സൈഡിലുള്ള ഈ ചപ്പൊക്കെ കൂട്ടിയിട്ട് ഒരു ഫയർ ലൈൻ പോലെ ബാക്കിയുള്ളതൊക്കെ കത്തിച്ചിടും. റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങൾ ഏകദേശം ഒരു 2-3 മീറ്ററോളം അവരിങ്ങനെ സൈഡ് കംപ്ലീറ്റ് കത്തിച്ചിടുന്നുണ്ടേ. അങ്ങനെ നമ്മൾ ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞു.
ഫുള്ള് ഗ്രാമീണ മേഖല കേട്ടോ, ഫുള്ള് കൃഷിയിടും അവിടെ ചെറിയ ചെറിയ വീടുകളൊക്കെയാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രേമത്തേട്ടൻ അവിടെ പെരിയപട്ടണം എത്താനാണ് കേട്ടോ. ഓക്കെ, അടിപൊളി. അപ്പോൾ അടുത്ത ഏകദേശം ഇവിടുന്ന് പെരിയപട്ടണം എത്തി കഴിഞ്ഞാൽ ലഞ്ച് കഴിക്കണേ. അപ്പോൾ നമ്മളിതാ പെരിയപട്ടണം എത്തിട്ടോ, ഇനി ലഞ്ച് കഴിക്കണം. സൈക്കിളൊക്കെ സൈഡാക്കി, നല്ല വെയിലാണ്. കോസ്റ്റ്യൂമൊക്കെ മാറി അങ്ങനെ പെരിയപട്ടണം നിന്ന് ഫുഡൊക്കെ കഴിച്ച് പെരിയപട്ടണം ടൗണിനോട് യാത്ര പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ. ഓക്കെ, ഇനി ഏകദേശം ഒരു 100-110 കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടുന്ന്. ഓക്കെ, ഹൈവേന്ന് കുറച്ച് കഴിഞ്ഞാൽ ഹൈവേന്ന് മാറി വില്ലേജ് ഏരിയയിലേക്ക് മാറും. ചെറിയ ചെറിയ വീടുകളുണ്ട്, ഒരു ഗ്രാമീണ മേഖല തന്നെയാണ്, ഫുള്ള് കൃഷിയിടാണ് കേട്ടോ. കണ്ണെത്താ ദൂരത്തോളം ഒരുപാട് കൃഷികൾ കാണാം കേട്ടോ. അവരുടെ വീടുകളൊക്കെ ചെറുതാണ് കേട്ടോ, വെൽ സെറ്റിൽഡ് ടീമായിരിക്കും, പക്ഷെ വീടുകളൊക്കെ ചെറിയ വീടുകളാണ്. അത് കഴിഞ്ഞിട്ട് വിശാലമായ കൃഷിയിടും. റോഡിങ്ങനെ നീണ്ട് നിവർന്ന് നടക്കാണ്, നല്ല ചൂടുണ്ട്. റോഡിൽ ഇങ്ങനെ ചൂട് ഇങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ, കാറ്റും ഹെഡ് വിൻഡും ഉണ്ട്. നല്ല എന്താ പറയുക, നല്ല പണിയെടുക്കണം, അത്യാവശ്യം പണിയെടുക്കണം. ഓക്കെ, ന്യൂട്രൽ പോകാൻ പറ്റില്ല. അടിപൊളി. നമ്മളിതാ പെട്രോളൊക്കെ തീർന്ന് ബൈക്ക് ചവിട്ടിക്കൊണ്ടുപോകല്ലേ, അതേപോലെ ചവിട്ടിക്കൊണ്ടുവന്ന കാറാണ് ഒരു സെന്ന്. നല്ലൊരു തടാകം. വണ്ടി 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 പിടി പിടി പിടി. ഫുള്ള് പരന്ന് കിടക്കുന്ന കൃഷിയിടം, പിന്നെ ചെറിയൊരു ടൗണ്, ആ ഒരു സ്റ്റൈലാണ് ഈ ഒരു ഏരിയ. ഈ കാണുന്നത് മനസ്സിലായോ ഞങ്ങൾക്ക്? പുകയിലാണ്, പുകയില കൃഷിയാണ് ഈ കാണുന്നത്. ഇതൊക്കെ വിളവെടുത്തായിരിക്കണം അറിയില്ല. ആ ടീംസ് ഇതാ വരുന്നത്. പോവാ. നമ്മളിപ്പോൾ രാമനാഥപുര എന്ന സ്പോട്ടിലെത്തി. സമയം 5:30 ഇവിടുന്ന് ഏകദേശം ഒരു 60 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, പോകാം. നല്ല റോഡാണ് കേട്ടോ, റോഡൊന്നും മോശമില്ല. നേരെ ഹസൻ റോഡാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അവിടുന്ന് ഈ രാമനാഥപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ നേരെ ലെഫ്റ്റ് പോകും കേട്ടോ, കുശാൽ നഗർ റോഡ്. നമ്മളെ ബാക്ക് വണ്ടി ഇതാ ഒന്നിതാ, ബാക്കിയുള്ളവരൊക്കെ ഫ്രണ്ടിലുണ്ട്. ഹൈവേ വിട്ട് ഫുള്ള് ഗ്രാമീണ കാഴ്ച കേട്ടോ. ആ ഗ്രാമീണ ചെറിയ വീടുകളും ഫുള്ള് കൃഷി തന്നെയാണ്, ഫുള്ള് കൃഷി ഉപകരണങ്ങളും ട്രാക്ടറും പശുക്കളും ഇതൊക്കെ തന്നെയാണ് കാഴ്ച കേട്ടോ. അങ്ങോട്ട് ഈ ഒരു ചെറിയ ഗ്രാമം കഴിഞ്ഞാൽ വീടുകളൊക്കെ കഴിഞ്ഞാൽ പിന്നെ വിശാലമായ കൃഷിയിടായിരിക്കും. വൈകുന്നേരങ്ങളിലെ ഈ ഒരു കാഴ്ച അടിപൊളിയാണ്. വിജനമായ ഒരു കൃഷിയിടം കേട്ടോ. ഇവിടെ വണ്ടി നിർത്തി ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഈ ഒരു കട പോലും ഇല്ലാത്ത സ്ഥലത്ത് ഓംലേറ്റ് ഉണ്ടാക്കിയ സംഭവം സെറ്റപ്പ് കാണിച്ചു തരാം. ഇതാ നമ്മളെ അടുപ്പ്, വെള്ളം തിളക്കിണ്ട്. ചായപ്പൊടി കാണുന്നില്ല, ചായപ്പൊടി അതിലും ഉണ്ട്, ശൈലിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓയ് എന്താ ക്ഷീണുണ്ടല്ലോ മുഖത്ത്, ഓംലേറ്റിൻ്റെ. ഇനിയോ? ഓ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഒരു 9 മണിക്കൊക്കെ ഇട്ടെത്തിയേ. പിന്നെ 9 കൂടുതലാണല്ലോ. ഇവിടുന്നല്ല, ആ ജംഗ്ഷനിൽ അന്ന് നമ്മൾ എത്ര മണിക്കാർ എത്തിയാറോ? 9 മണി 9:30 ആരോ ഇയാള് നോക്കി കണ്ടിട്ടുണ്ടാവും. അങ്ങനെ നല്ല കട്ടൻ ചായയും പുളിസൈ അടിച്ച് സ്റ്റാർട്ടാക്കിട്ടോ. ഇനി ഇവിടുന്ന് ഒരു 45 കിലോമീറ്റർ 49 കിലോമീറ്ററുണ്ട്. ഓക്കെ, അപ്പോൾ പ്ലാന്റേഷൻ ഏരിയ ഒക്കെ ഉണ്ട്. അപ്പം എലിഫന്റ് ക്രോസിങ് ഏരിയ ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. നോക്കട്ടെ. ഫുള്ള് കൃഷിയിടാണ്. അതേപോലെ തന്നെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ പന്നിയോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ അറിയില്ല. ഇവിടെ ആൾക്കാരോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ ഈ റൂട്ടിൽ വന്നിട്ട് ഒരു 9:30 ആയ സമയത്തൊക്കെയാണ് ഈ ഒരു ഏരിയ പാസ് ചെയ്ത് പോകുന്നത്. ലാസ്റ്റ് നമ്മൾക്ക് എന്നിട്ട് ഒരു ഗുഡ്സ് ഹയർ ചെയ്തിട്ടാണ് നമ്മൾ റൂമിലേക്ക് പോയത് കേട്ടോ. കാരണം പിന്നെ ആദ്യം അവിടുത്തെ ടീം പറഞ്ഞത്, ചോദിക്കുന്നവരൊക്കെ പറഞ്ഞത്
പ്രാണി ഉണ്ടാവും. പിന്നെയാണ് ഈ പ്രാണി എന്ന് പറയുന്നത്, ആനയ്ക്കാണ് ഇവർ പ്രാണി എന്ന് പറയുന്നത്. അങ്ങനെ അവിടുന്ന് വണ്ടി റാക്ക് ചെയ്ത് പോയി. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 9:30 എത്തിയ ആ ഒരു സ്പോട്ടിൽ ഇപ്പോൾ 7:30-ഒക്കെയാണ് നമ്മൾ എത്തിയത്. അപ്പോൾ ഇനി അങ്ങോട്ട് വേറെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനുള്ള ഒരു സ്കോപ്പില്ല. അപ്പോൾ ഫുള്ള് ഇരുട്ടാണ്. ഓക്കെ, നല്ല ഇരുട്ടാണ്. അപ്പം ബാക്കി നേരെ സകലേശ്പുര റൂമിലേക്കായിരിക്കും. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളെ റൂമിലെത്തി. നല്ല തണുപ്പ് കേട്ടോ. തണുപ്പ് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതാണ് നമ്മളെ സൈക്ലിംഗ് ജേഴ്സി ഭയങ്കര നൈസാണ്. ഭയങ്കര തണുപ്പ്. നേരെ പോയി ഒരു കുളി വിളിക്കുക, ഉറങ്ങുക, രാവിലെ നേരത്തെ എണീക്കുക, ആകുമ്പേ. അപ്പോൾ റൈഡ് റേസിൻ്റെ ഈ ഒരു എപ്പിസോഡുകൾ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സുഫി സൈനിങ് ഓഫ്.